ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. മാതാമരതകശ്യാമ മാതംഗീമദശാലിനി കടാക്ഷയതു കല്യാണി കദംബവനവാസിനി. ബ്രഹ്മസ്വരൂപാ പരമാ ജ്യോതിരൂപാ സനാതനി സർവവിദ്യാധിദേവീയ തസ്യൈ വാണ്യൈ നമോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണം ബാലകാണ്ഡത്തിലെ 46-47 സർഗങ്ങളിലായിട്ട് വിശാലം എന്ന രാജ്യത്തെ പറ്റിയിട്ടും ആ നഗരത്തിൻ്റെ ചരിത്രത്തിനോടനുബന്ധിച്ച് പാലാഴിമഥനം അഥവാ അമൃതമഥന കഥയും ദേവാസുരന്മാർ തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധവും തുടർന്ന് ദിതി അനുഷ്ഠിച്ച തപസ്സും ദിതിയുടെ പുത്രന്മാർ ദേവന്മാരായി തീർന്നതുമായിട്ടുള്ള കഥകളെയെല്ലാം അവതരിപ്പിച്ചു. ദിതി തപസ്സനുഷ്ഠിച്ചതായിട്ടുള്ള ആ സ്ഥലത്താണ് ഇക്ഷ്വാകു വംശത്തിലെ രാജാവായ വിശാലൻ ഈ വിശാല എന്ന നഗരം നിർമ്മിച്ചത്. വിശാല രാജാവിൻ്റെ പരമ്പരയിൽപ്പെട്ട സുമതി ആണ് ഇപ്പോൾ ഈ വിശാല നഗരം ഭരിക്കുന്നത്. അന്നേ ദിവസം സുമതിയുടെ ആതിഥ്യം സ്വീകരിച്ച് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടും മറ്റു മഹർഷിമാരോടുമൊപ്പം അന്ന് വിശാല നഗരത്തിൽ തങ്ങി. തുടർന്ന് പിറ്റേ ദിവസം എല്ലാവരും ചേർന്ന് യാത്ര ആരംഭിച്ച് മിഥിലാപുരിയിൽ എത്തിച്ചേരുന്നു. മിഥിലോപവനേ തത്ര ആശ്രമം ദൃശ്യരാഘവ പുരാണം നിർജ്ജനം രമ്യം പപ്രച്ഛ മുനിപുങ്കവം. മിഥിലോപവനത്തിലെ നിർജ്ജനം ആയിട്ടുള്ള ആ ആശ്രമം, വളരെ മനോഹരമായിട്ടുള്ള ഈ ആശ്രമം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീരാമചന്ദ്രന് ഒരു സംശയമുണ്ടായി. ഇതം ആശ്രമസംകാശം കിന്നിതം മുനിവർജിതം ശ്രോതുമിച്ഛാമി ഭഗവൻ കസ്യായം പൂർവ ആശ്രമ. ഇത് കണ്ടിട്ട് ഒരു ആശ്രമമാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അവിടെ മറ്റു മുനിമാരെയൊന്നും കാണാനില്ല. എന്തുകൊണ്ടാണ് മുനിമാർ ഈ ആശ്രമം ഉപേക്ഷിച്ചത് എന്നറിയാൻ കൗതുകത്തോടെ ശ്രീരാമചന്ദ്രൻ ചോദിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി ആ കഥ പറഞ്ഞു. ഇത് പണ്ട് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു. ഇവിടെയാണ് ഗൗതമ മഹർഷി അഹല്യയോടൊപ്പം അനേകകാലം തപസ് ചെയ്ത് താമസിച്ചു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഇന്ദ്രൻ മഹർഷിയുടെ വേഷം ധരിച്ച് കാപട്യം കൊണ്ട് അഹല്യയെ പ്രാപിച്ചു. ഇന്ദ്രനാണ് ഈ കപടവേഷത്തിൽ വരുന്നത് എന്നറിഞ്ഞിട്ടും ഇന്ദ്രനെ സ്വീകരിച്ച അഹല്യയും കപടവേഷം പൂണ്ട് വഞ്ചിച്ചതായിട്ടുള്ള ഇന്ദ്രനെയും ഗൗതമ മഹർഷി ശപിച്ചു. അങ്ങനെ ഇന്ദ്രൻ നിർവീര്യനായി തീരുകയും അഹല്യ ഒരു ശിലയായി മാറുകയും ചെയ്തു. അനേക വർഷം ഈ ഘോരവനത്തിൽ ഏകാഗിയായി കഴിഞ്ഞ് ഒടുവിൽ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശം എപ്പോഴാണോ ലഭിക്കുന്നത് അപ്പോൾ ഈ വിശുദ്ധി തിരിച്ച് കിട്ടി. തിരിച്ച് സ്വന്തം ശരീരവും ആർജിച്ച് എൻ്റെ സന്തോഷത്തോടെ എൻ്റെ അടുക്കിലേക്ക് വരിക എന്നതാണ് ഗൗതമൻ അഹല്യയ്ക്ക് കൊടുത്തിട്ടുള്ള ശാപവാക്കുകൾ. അന്ന് ഗൗതമൻ ഈ ആശ്രമം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് തപസ്സിനായി പോയതാണ്. ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് വിശ്വാമിത്ര മഹർഷി രാമനോട് അഹല്യയെ അനുഗ്രഹിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ശാപമോചിതയായി തീർന്ന അഹല്യയെ രാമലക്ഷ്മണന്മാർ ആ പാദങ്ങളിൽ പിടിച്ച് വന്ദിച്ചു, നമസ്കരിച്ചു. തുടർന്ന് ഗൗതമോപി മഹാതേജ അഹല്യാസഹിത സുഖി രാമം സമ്പൂജ്യ വിധിവത് തപസ്തേപേ മഹാതപാഹ. അവിടെ എത്തിച്ചേർന്ന അതിതേജസ്വിയായ ഗൗതമൻ അഹല്യയോടൊപ്പം സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ പൂജിച്ചു. അവിടെ നിന്നും രാമലക്ഷ്മണന്മാർ മിഥിലയിലെ രാജകൊട്ടാരത്തിലേക്ക് യാത്രയാവുന്നു. യജ്ഞവാടത്തിലെത്തിച്ചേർന്ന രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ജനകമഹാരാജാവ് ശതാനന്ദ മഹർഷിയും ചേർന്ന് സ്വാഗതം ചെയ്തു.
സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്ന രാമലക്ഷ്മണന്മാരെ കണ്ട് ഈ കുമാരന്മാരാരാണ് എന്ന് അറിയാൻ ജനകമഹാരാജാവ് താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോൾ വിശ്വാമിത്ര മഹർഷി ദശരഥൻ്റെ പുത്രന്മാരായ അവരുടെ ഇതുവരെയുള്ള കഥകളെല്ലാം മനോഹരമായിട്ട് ജനകരാജാവിനോട് വിവരിച്ചു കൊടുത്തു. മഹാധനുഷി ജിജ്ഞാസാം കർത്തുമാഗമനം തഥാ, അവരുടെ ആഗമനത്തിൻ്റെ ഉദ്ദേശം കൂടി മഹർഷി പറഞ്ഞു. ഇവിടുത്തെ ഈ യജ്ഞവാടത്തിൽ ഈ മഹാധനുസിനെ കണ്ടറിയാനായിട്ടാണ് രാമലക്ഷ്മണന്മാർ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുകൂടി ജനകമഹാരാജാവിനെ മഹർഷി അറിയിച്ചു. ജനകരാജാവിൻ്റെ പുരോഹിതന്മാരിൽ പ്രധാനിയായ ശതാനന്ദ മഹർഷി, അദ്ദേഹം ഗൗതമൻ്റെയും അഹല്യയുടെയും പുത്രനാണ്. തൻ്റെ മാതാവിനെ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിച്ചതറിഞ്ഞ് ഗൗതമനിൽ നിന്നും സൽക്കാരങ്ങൾ സ്വീകരിച്ചതറിഞ്ഞ് ശതാനന്ദൻ അത്യധികം സന്തോഷിച്ചു. വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി വാചാലനായി തീർന്ന ശതാനന്ദ മഹർഷി രാമനോട്, ശ്രീരാമചന്ദ്രനോട് വിശ്വാമിത്രൻ്റെ ചരിത്രം പറയാൻ ആരംഭിക്കുന്നു. വാൽമീകി രാമായണം ബാലകാണ്ഡത്തിലെ 65 വരെയുള്ള സർഗങ്ങളിൽ, 52 മുതൽ 65 വരെയുള്ള സർഗങ്ങളിലായിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ കഥയെ ശതാനന്ദ മഹർഷി പ്രതിപാദിക്കുന്നു.